ഈ ലൈഫായ ഹദീസാണല്ലോ ഈ പ്രശ്നമൊക്കെ ഉണ്ടാക്കിയത്. അപ്പം ഈ ഹദീസ് അല്ല കാരണം വേറെ എന്ന് ബിസിനസ്സുകാർ പറഞ്ഞല്ലോ. ആ കാരണം ഒന്ന് വിശദീകരിക്കാമോ? പറയാം. ഇത് പറയുമ്പോ മൂപ്പരെ പനി കൂടുക എനിക്കറിയില്ല. ഫൈസൽ പോയതിട്ടാ അവിടെ ഇരിക്കും. ഞാനൊരു പ്രത്യേക ഗ്രൂപ്പിന്റെ ആളല്ല. എനിക്കറിയാം. ഐറസാക്ക് എന്റെ ഗ്രൂപ്പാണ്, വേറെ ഗ്രൂപ്പൊന്നുമില്ല. പിന്നെ അപ്പൊ ഏതായിരുന്നാലും ഈ ഹദീസ് അല്ല പ്രശ്നം. പിന്നെന്താണ് പ്രശ്നം? അതാണ് നമ്മൾ അറിയേണ്ട പ്രശ്നവും. ഇവിടെ KM മൗലവി മുതൽ ഉമർ മൗലവി വരെ, അല്ലെങ്കിൽ KP മുഹമ്മദ് മൗലവി വരെ പഠിപ്പിച്ചു പോകുന്ന ഒരു ദീനി നിഷ്ഠയും ഒരു തൗഹീദി ആദർശ നിഷ്ഠയും എല്ലാം ഉണ്ട്. അതിൽ നിന്ന് KP മുഹമ്മദ് മൗലവിക്ക് ശേഷം മെല്ലെ മെല്ലെ പിറകോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ച ആളാണ് അബ്ദുസ്സലാം സുല്ലമി. അവിടെയാണ് ഇതിന്റെ തുടക്കം. ഈ പ്രശ്ന തുടക്കം അവിടെയാണ്. നമ്മൾ സാധാരണ ഒരു കാലിന് വേദനയായിട്ട് പോയാൽ ഡോക്ടർ ചോദിക്കും, നിങ്ങൾ എവിടെയെങ്കിലും വീണീനോ? ഇല്ല, വീണിട്ടില്ല. ഒന്ന് ആലോചിച്ച് നോക്കാണ്. ഞാനിങ്ങനെ ഒരു 10-15 കൊല്ലം മുമ്പ് ഗൾഫിൽ നിന്ന് ഒരിക്കല് ഇങ്ങനെ ഒരു ലോഡേറ്റ് ഇറങ്ങുമ്പോ എന്നാ അതന്നെ പ്രശ്നം. അപ്പോഴാണ് നമ്മൾ അന്ന് വീണിട്ട് അന്ന് ടൈഗർ ബാമ്പ് തേച്ചാണ് മാറും ചെയ്തു. പക്ഷെ ആ വീഴ്ച രേഷത ബാക്കിയുണ്ട് എന്ന് പറഞ്ഞ പോലെ KP മരിച്ചതിന് ശേഷം അബ്ദുസ്സലാം സുല്ലമി കയറി വന്നു. അങ്ങനെ ഒരു കുറഞ്ഞ കാലഘട്ടം, ഒരു 10 കൊല്ലത്തോളം നമ്മുടെ ദഅ്വ രംഗത്ത് ഏറ്റവും വലിയ സാന്നിധ്യം അബ്ദുസ്സലാം സുല്ലമി ആയിരുന്നു. എല്ലാ ബുക്കും അയാളുടെ, ഏതു പ്രസംഗവും അയാള്. സുന്നത്ത് ബിദഅത്ത് വിഷയമുണ്ടോ, സംശയ നിവാരണമുണ്ടോ, അബ്ദുസ്സലാം സുല്ലമി. ഏറ്റവും വലിയ മുഹദ്ദിസ്, ഹദീസ് പണ്ഡിതൻ എന്നുവരെ അയാളെ കുറിച്ച് പലരും ആ ചാൻസിൽ പറഞ്ഞൊപ്പിച്ചു. ഒരുപാട് പുസ്തകം അയാൾ എഴുതിക്കൂട്ടി. ആ പുസ്തകങ്ങളിലൂടെ ഒരുപാട് തെറ്റായ ആശയങ്ങൾ അയാൾ പ്രചരിപ്പിച്ചു. ആ ആശയത്തിൽ പെട്ടതായിരുന്നു ജിന്നും മലക്കുമൊക്കെ അഭൗതികമാണ് എന്ന ആശയം. അബ്ദുസ്സലാം സുല്ലമി ഇവിടുന്ന് പോയതിനു ശേഷം തൗഹീദും നവയാഥാസ്ഥികയുടെ വ്യതിയാനവും എന്നൊരു പുസ്തകം എഴുതി. പുസ്തകം ഉണ്ട് വേണമെങ്കിൽ. അതിന്റെ ആദ്യ അധ്യായത്തിൽ അദ്ദേഹം ഹെഡിങ് കൊടുത്തത് അദൃശ്യം, അഭൗതികം, വ്യതിയാനം എന്നാണ്. എന്നിട്ട് അയാൾ പറഞ്ഞു, അഭൗതികമായി സഹായിക്കാൻ അള്ളാഹ്ക്ക് മാത്രമേ കഴിയൂ. അപ്പോൾ ജിന്നും മലക്കും സഹായിക്കും എന്ന് വിശ്വസിക്കാൻ പറ്റൂല. വിശ്വസിച്ചാൽ ശിർക്കായി. കാരണം അത് അഭൗതിക സഹായമാണല്ലോ. അന്ന് നമ്മളൊക്കെ പറഞ്ഞ സുല്ലമി ഇത് ശരിയല്ല. ഇങ്ങനെയുള്ള പല ആശയങ്ങൾ വന്നു. കാരണം അഭൗതികമായി ജിന്ന് സഹായിക്കില്ല, ഉറപ്പാണ്. പക്ഷെ ജിന്ന് സഹായിച്ചേക്കാം എന്നുണ്ടെങ്കിൽ കണ്ടാൽ അത് അഭൗതിക സഹായമാണോ? ഒരിക്കലുമല്ല. പിന്നെ എന്തിനാ അയാൾ പറഞ്ഞത്? അബ്ദുസ്സലാം സുല്ലമി പറഞ്ഞു, സിഹിറിന് ഒരു യാഥാർത്ഥ്യവും ഇല്ല. അമാനി മൗലവി ഖുർആൻ പരിഭാഷ അടക്കം സിഹിറുമായി ബന്ധപ്പെട്ട് വിശദമായി വിശദീകരിച്ചിട്ടുണ്ട്. എന്നാൽ സിഹിറിന് യാഥാർത്ഥ്യമില്ല എന്ന് അബ്ദുസ്സലാം സുല്ലമി പറഞ്ഞു. അത് പറഞ്ഞപ്പോ നമ്മൾ പറഞ്ഞു, സുല്ലമി സിഹിറിന് യാഥാർത്ഥ്യമുണ്ട്, ഹദീസിൽ വന്നതാണ്. അപ്പൊ അയാൾ പറഞ്ഞു, സിഹിറിന് യാഥാർത്ഥ്യമുണ്ടെങ്കിൽ പൈശാചികമായ സഹായവും പൈശാചികമായ ഉപദ്രവവും ഇതിലൂടെ ഉണ്ടാകാമെന്ന് വിശ്വസിക്കണമല്ലോ. അങ്ങനെ വിശ്വസിക്കുകയാണെങ്കിൽ അഭൗതികമായി സഹായിക്കാനും അഭൗതികമായി ഉപദ്രവിക്കാനും ശൈത്താനും കഴിയും എന്ന് വിശ്വസിക്കണ്ടേ? അത് ശിർക്കല്ലേ? അതുകൊണ്ട് ആ ഹദീസ് നമുക്ക് എടുക്കാൻ പറ്റൂല. അപ്പൊ ചോദിച്ചു, ആ ഹദീസ് ബുഖാരിയിലുണ്ടല്ലോ, മുസ്ലിമിലുണ്ടല്ലോ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, എന്നാലും ശരിയല്ല, ബുഖാരി ഉണ്ടായാലും ശരിയല്ല. അങ്ങനെ അയാൾ പറഞ്ഞു, സ്വഹീഹ് ബുഖാരിയിലെ 60 ഹദീസ് ഞാൻ ദഈഫാക്കിയിട്ടുണ്ട്. കാരണം ഈ 60 ഹദീസ് മൂപ്പർക്ക് പറ്റൂല. എന്നാൽ നമ്മളെ കുഴിപ്പുറം മൊയ്തീൻ സുല്ലമി പറഞ്ഞു, 60 ഒന്നുമല്ല, 110 ഹദീസ് ബുഖാരിയിൽ കുഴപ്പമുള്ളതുണ്ട്. അതിന് മൂപ്പര് ഉദാഹരണം പറഞ്ഞ എന്താ? സിറാത്ത് പാലം. മൂപ്പര് പറഞ്ഞു, ഹദീസിലൊക്കെ പറഞ്ഞ സിറാത്ത് എന്നാണ്. അത് പാലൊന്നുമല്ല. പാലത്തിന് അറബിയിൽ ജിസ്ർ എന്ന വാക്കാണ് ഉപയോഗിക്കുക. സിറാത്ത് എന്ന് പറഞ്ഞ വഴി, മാർഗം എന്നേ അർത്ഥമുള്ളൂ. അതുകൊണ്ട് സിറാത്ത് പാലെന്നുള്ള പാലൊന്നുമില്ല, അതൊരു ആലങ്കാരിക പ്രയോഗമാണ്. അപ്പോ എന്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരാൾ അദ്ദേഹത്തെ വിളിച്ചു ചോദിച്ചു, സുല്ലമി നിങ്ങൾ പറഞ്ഞല്ലോ പാലം എന്നതിന് ജിസ്ർ എന്നാണ് ഉപയോഗിക്കുക. എന്നാ സ്വഹീഹ് ബുഖാരിയിൽ ഈ സിറാത്തിനെ പറ്റി പറയുമ്പോൾ ജിസ്ർ എന്ന പദം തന്നെ ഉണ്ടല്ലോ. അസ്സിറാത്തു ജിസ്റു ജഹന്നം, നരകത്തിന്റെ മീതെയുള്ള ജിസ്റാണ് സിറാത്ത് എന്ന് ബുഖാരി ഉണ്ടല്ലോ. മൂപ്പര് ചെയ്യേ അങ്ങനെയുണ്ടോന്ന് ചോദിച്ചു. ബുഖാരി അങ്ങനെയുണ്ടോന്ന്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ഹദീസ് നിഷേധം വന്നു. ഇത്തരം പല ഹദീസിനെയും അയാൾ ദുർവ്യാഖ്യാനിച്ചു അബ്ദുസ്സലാം സുല്ലമി. നബി തങ്ങളെ പറഞ്ഞ സ്വഫ് അടുപ്പിച്ച് നിൽക്കണം, ഇല്ലെങ്കിൽ ഇടയിൽ ഗ്യാപ്പ് ഉണ്ടായാൽ ശൈത്താൻ കയറും. അപ്പൊ സലാം സുല്ലമി വെച്ച് അങ്ങനെയാണെങ്കിൽ ഫാൻ ഇട്ട ആൾ നിൽക്കുമ്പോ അതിനിടയിൽ കയറിക്കൂടെ?
പാനിട്ട് ആൾക്കുമ്പോ അവിടെ ഗ്യാപ്പുണ്ടല്ലോ, എന്നാ അവിടെ കയറിക്കൂടെ എന്ന് അയാള് ന്യായം പറഞ്ഞു. ഇങ്ങനെ പല ന്യായം പറഞ്ഞ ഹദീസിനെ അയാൾ തള്ളി. സംഗീതത്തിനെ വിമർശിക്കുന്ന ഹദീസുകൾ അയാൾ ഒഴിവാക്കി, ശരിയല്ല എന്ന് പറഞ്ഞു. ഇളവുകൾ ഇസ്ലാമിൽ എന്ന പുസ്തകം അയാൾ എഴുതി. ആ പുസ്തകത്തിൽ എല്ലാത്തിനും അയാൾ ഇളവ് പ്രഖ്യാപിച്ചു. എന്തിനും ഇളവ്, എല്ലാത്തിനും ഇളവ്. അങ്ങനെ വന്നപ്പോൾ അവസാനം അത് പ്രശ്നമായി 2002 അത് പിടികൂടപ്പെട്ട് ജംഇയ്യത്തുൽ പ്രബന്ധം അവതരിപ്പിച്ച് അതിൽ കൃത്യമായ തീരുമാനം പറഞ്ഞ് അത് അംഗീകരിക്കാത്തവർ മാറി നിന്നു. പക്ഷെ എല്ലാവരും മാറി നിന്നില്ല. കുറച്ചാൾ ഇവിടെ ബാക്കിയായി. അന്ന് അയാളൊപ്പം പോകേണ്ട കുറച്ചാൾ ഇവിടെ ബാക്കിയായി. കെ വി അബ്ദുൽ ലത്തീഫ് മൗലവി അതിൽപ്പെട്ട ഒരാളാണ്. അബ്ദുൾ റസാഖ് ബാക്കവി അതിൽപ്പെട്ട ഒരാളാണ്. ഇങ്ങനെ ചില മനുഷ്യന്മാർ ഇവിടെ തന്നെ നിന്നു, ഒരു പോയില്ല. ഇവിടെ നിന്നിട്ട് ഒരു പ്രസംഗിച്ചു, സിഹിറിന് യാഥാർത്ഥ്യമില്ല, സംഗീതം വലിയ കുഴപ്പമൊന്നുമില്ല, സിനിമ കണ്ടാൽ വലിയ പ്രശ്നമൊന്നുമില്ല എന്നൊക്കെ അവർ ആശയമായി സ്വീകരിച്ചു. ഈ അബ്ദുൾ റസാഖ് ബാക്കവിയുടെ കൂടെ 2 മാസം റിയാദ് ഇസ്ലാഹി സെന്ററിൽ താമസിക്കാൻ എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. ഈ 2 മാസവും രാത്രി 12 മണിക്ക് ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് നീണ്ടു നിവർന്ന് കിടന്നാല് നല്ല ഒരു മാപ്പിളപ്പാട്ടിന്റെ കേസറ്റായിട്ട് മൂപ്പത് അൽക്കാപ്പുറത്ത് ഓഡിയോ ടൈപ്പില്. അത് CD ഇത്ര വ്യാപകമായിട്ടില്ല. ഇത് ഇട്ടിട്ട് ഈ പാട്ടും കേട്ട് മൂപ്പരങ്ങനെ നീണ്ടു കിടക്കലാണ്. അപ്പൊ ഈ ഓഡിയോ ടൈപ്പിന് പ്രത്യേകത ഉണ്ട്, അത് പാടിക്കഴിഞ്ഞാൽ സ്വയം ഓഫാവും. അപ്പൊ അങ്ങനെ ഓഫാകും. മൂപ്പര് ഉറങ്ങിയാലും ഇതിങ്ങനെ പാടുണ്ടാവും, പിന്നെ കഴിയുമ്പോൾ ഓഫാകല. അപ്പൊ ഞാൻ ചോദിച്ചു, അല്ല ബാക്കവി എന്താപ്പ ഇതൊക്കെ? നമ്മളൊക്കെ ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോ ഇസ്ലാമിസം എന്നൊക്കെ പറഞ്ഞ എന്തോ വലിയ സംഗതിയാ മനസ്സിലാക്കി, അതിനുള്ളിലായി പണി. അവൻ മൂപ്പര് പറഞ്ഞു, പൈസ അതിപ്പോ നാട്ടിലത്തെ പോലെ ഇവിടെ നടക്കൂല, ഇവിടെ ഇപ്പൊ ഇങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ, വേറൊന്നും ഇല്ലല്ലോ എന്നാ. അങ്ങനെയുള്ള കുറെ മനുഷ്യന്മാര്. താടി അത്ര വലിയ വിഷയമൊന്നുമില്ല സലാം നബി പറഞ്ഞു. അത് അന്ന് മുസ്ലിങ്ങളോട് എതിരാകാൻ വേണ്ടി നബി പറഞ്ഞതാണ്. ഇന്നിപ്പോ മുസ്ലിങ്ങൾക്ക് പ്രത്യേകിച്ച് അങ്ങനത്തെ ഒരു ഐഡന്റിറ്റി ഒന്നും ഇല്ലല്ലോ, അതുകൊണ്ട് ഇന്ന് പല കാര്യം നോക്കണ്ട. ശവ്വാല് 6 നോമ്പ് നബി നിരുത്സാഹപ്പെടുത്തിക്കൊണ്ട് പലപ്പോഴും ത്യാഗം എഴുതിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഒരുപാട് സംഗതികൾ. നെര്യാണിക്ക് താഴെ തുണി പോകാൻ പാടില്ല. നബി പറഞ്ഞു, അത് അഹങ്കാരം ഉണ്ടെങ്കിലേ കുഴപ്പമുള്ളൂ, അഹങ്കാരം ഇല്ലെങ്കിൽ പോയാൽ കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞൊപ്പിച്ചു. അതൊക്കെയാണ് നമുക്ക് എളുപ്പം എന്ന് മനസ്സിലാക്കിയ മനുഷ്യന്മാരുണ്ടായിരുന്നു. ഇതാണ് നമുക്ക് സുഖം. മറ്റു കുറച്ച് ഇറങ്ങാറ് അബ്ബരിങ്ങനെ താടി വളർത്തും വേണം, അതേപോലെ തുണി ഇറങ്ങാൻ പാടില്ല, പാട്ട് കേൾക്കാൻ പാടില്ല, സിനിമക്ക് പോകാൻ പാടില്ല, ഈ വക എല്ലാം കൂടി പറഞ്ഞപ്പോ ഇത് കുറച്ച് ഇറങ്ങാറ. മറ്റൊരു പറഞ്ഞാൽ ശരി, അത് ശരിയാണെന്ന് വിശ്വസിക്കുന്ന ആളുകൾ മേൽക്കോയ്മ നേടാൻ ശ്രമിച്ചു. അങ്ങനെ ഈ ഏറ്റവും അവസാനത്തെ തെരഞ്ഞെടുപ്പിൽ ആ തെരഞ്ഞെടുപ്പിന് ഈ കാലംബരയുമില്ലാത്ത ഒരു പുതിയ നിർദ്ദേശം കൊണ്ടുവന്നു. MSMലോ ISMലോ ഭാരവാഹിത്വമുള്ള ഒരാളും ശാഖ KNM എക്സിക്യൂട്ടീവിൽ പോലും മെമ്പറാകാൻ പാടില്ല എന്ന നിയമം വന്നു. ഈ കാലംബരയില്ല. ഐദുസാക്ക പ്രസിഡന്റും ഞാൻ സെക്രട്ടറിയുമായി നിന്ന KNMല്, അന്ന് ഞാൻ ISMലും സ്ഥാനം വഹിച്ചവരാണ്. ഒരേ സമയത്ത് രണ്ടിനും സ്ഥാനം വഹിച്ചവരുണ്ട്. പക്ഷേ പുതിയ നിയമം ഇപ്രാവശ്യം വന്നു. ISMലും MSMലും ഇതാണ് ആ സർക്കുലർ. അതിന് പറഞ്ഞെന്താ, KNM ശാഖാ പ്രവർത്തക സമിതിയിലേക്ക് തെരഞ്ഞെടുക്കാൻ ഒരാൾക്ക് ഒരേ സമയം KNMലും പോഷക ഘടകങ്ങളിലും ഭാരവാഹിത്വമോ കൗൺസിലർ സ്ഥാനമോ നൽകാവുന്നതല്ല. അപ്പൊ എന്തായി, 40 വയസ്സിന് താഴെയുള്ളവരൊക്കെ KNM ഔട്ടായി. അതുപോലൊക്കെ ISMൽ ഉണ്ടാവാം, MSMൽ ഉണ്ടാവാം. അപ്പൊ 40 താഴെയുള്ളതൊക്കെ പുറത്തായി. 40 മീതുള്ളവർ മാത്രം ഇതിൽ കയറിക്കുന്ന സാഹചര്യം ഉണ്ടായി. ചില യൂണിറ്റിൽ അത് പാലിക്കപ്പെട്ടില്ലായിരിക്കാം. എന്നാൽ അതേസമയം ഈ സർക്കുലർ വരുമ്പോ തന്നെ ISMന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റാണ് ഡോക്ടർ സുൽഫിക്കർ അലി ചെമ്മാട്. അദ്ദേഹം KNMന്റെ സെക്രട്ടറിമാരിൽ ഒരാളായി വരികയും ചെയ്തു, സംസ്ഥാന സെക്രട്ടറിമാരിൽ. ഇങ്ങനെ 40 വയസ്സിന് താഴെയുള്ള എല്ലാവരെയും മാറ്റി നിർത്തി അവരെല്ലാം സംശയിപ്പിക്കുന്ന രൂപത്തിലുള്ള ആദർശ വിശദീകരണ യോഗങ്ങൾ നാടുനീളം നടന്നു. അപ്പൊ ആളുകൾ വിചാരിച്ചു ചെറുപ്പക്കാർക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട്, ഓലൊക്കെ പേടിക്കണം എന്ന തോന്നൽ അതിലൂടെ ഉണ്ടാക്കിയെടുത്തു. അങ്ങനെ ശാഖാ എക്സിക്യൂട്ടീവിൽ 40 മീതെയുള്ളവരോ അല്ലെങ്കിൽ ISMലും MSMലും ഇല്ലാത്തവരോ മാത്രമായി മാറി. ശാഖാ എക്സിക്യൂട്ടീവുകൾ ചേർന്നതാണല്ലോ മണ്ഡലം ജനറൽ ബോഡി. അപ്പൊ മണ്ഡലത്തിലും ഒരു മാത്രം. ആ മണ്ഡലത്തിൽ നിന്നാണല്ലോ ജില്ലയിലേക്ക് വരിക, അവിടെയും അവര് മാത്രം. ജില്ലയിൽ നിന്നാണല്ലോ സ്റ്റേറ്റിലേക്ക് വരിക, അവിടെയും അവര് മാത്രം. അപ്പൊ സ്റ്റേറ്റിലേക്ക് എത്തിയപ്പോഴേക്ക് ഇവിടെ ഇതിനു പ്ലാനിട്ട ഈ സർക്കുലർ അയക്കാനും എഴുതാനും മുമ്പിൽ നിന്ന് 3-4 ആളുകളുണ്ട്. അവര് വിചാരിച്ച രൂപത്തിലുള്ള ഒരു ടീമായി മേലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു. എന്നാലും കുറച്ചാൾ ഉള്ളിപ്പെട്ടു.
ഇതിനൊക്കെ ചോദ്യം ചെയ്യാവുന്ന കുറച്ചാൾ ഉൾപ്പെട്ടു. PN അബ്ദുൽ ലത്തീഫ് മദനി അങ്ങനെ പെട്ട ഒരാളാണ്. ആ യൂണിറ്റ് തീരുമാനിച്ചു മൂപ്പർ എന്തായാലും വേണം. കുഞ്ഞി മുഹമ്മദ് വറപ്പൂര് അങ്ങനെ പെട്ട ഒരാളാണ്. അങ്ങനെ പലരും അവർക്ക് ഇഷ്ടമില്ലാത്തവർ കയറിക്കൂടി. അപ്പൊ സ്വാഭാവികമായും അവരെ സൈഡാക്കാൻ ഇനി എന്താ പണി? അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ ഒരു ബോംബിട്ടതാണ് ഈ ഹദീസിന്റെയൊക്കെ. ഇതൊന്നല്ല പ്രശ്നം. അപ്പൊ ഇതാണ് ഇട്ടപ്പം ചെയ്തു ഇങ്ങനെ ഒരു പ്രശ്നം. ഹദീസിനെ പറ്റി ഇങ്ങനെ പറഞ്ഞപ്പോ നമ്മളൊക്കെ പറഞ്ഞ അത് ശരിയല്ലല്ലോ, ഇത്രയും കാലം പറഞ്ഞ മറുപടി ഇങ്ങനെയല്ലേ, നമ്മൾ പറഞ്ഞ മറുപടി ഇതാണല്ലോ എന്ന് ഞങ്ങളൊക്കെ പറഞ്ഞപ്പോ കണ്ടോ ഇപ്പൊ ജിന്നിനെ വിളിക്കാന്നാ പറയണത്. ജിന്നിനെ വിളിക്കാന്നാ പറയുന്നത്. ഇതാണ് ഞങ്ങൾ പറഞ്ഞത് പല കാര്യം നമുക്ക് എടുക്കണ്ടാന്ന്. അങ്ങനെയാണ് ഇതെല്ലാം സൈഡാക്കിയത്. പിന്നെ ഇതിനൊന്നും പെടാത്ത കുറച്ചാളും കൂടി ഉണ്ടായി. ഹുസൈൻ സലഫി മൂപ്പര് ഒരു സ്ഥാനത്ത് എവിടെ ഇല്ലാത്ത ആളാണ്. പക്ഷേ ഹുസൈൻ സലഫി ഇവന് വിചാരിച്ചോട്ട് കിട്ടൂല. കാരണം ഹുസൈൻ സലഫി ഈ വക വിഷയങ്ങൾ കൃത്യമായി പ്രമാണം വെച്ച് പ്രസംഗിക്കുന്ന ആളാണ്. അപ്പൊ അദ്ദേഹം സൈഡാവണം. അതിന് വഴി ഉണ്ടാക്കാൻ വേണ്ടി കാത്തുന്നു. അതിന് വഴി ഒരുക്കി ഒരു ന്യായവുമില്ലാതെ സമ്മേളനത്തിൽ ഐക്യപ്പെടാൻ പ്രസംഗിച്ചു എന്ന കാരണം പറഞ്ഞിട്ടാണ് മൂപ്പരെ സൈഡാക്കിയത്. അങ്ങനെ പലരെയും ആദ്യം സക്കരിയ സുലൈന്റെ പേരിൽ വന്നു. അപ്പൊ ആള് വെച്ചു സക്കരിയ സുലൈ എന്തോ അബദ്ധം പറഞ്ഞിട്ടുണ്ടാവാം, ഒരു സംഘടനക്കല്ലേ, സ്വാഭാവികമായിട്ടും അങ്ങനെ വല്ലതൊക്കെ ഉണ്ടാവാം, സൈഡാക്കിയിട്ടായിരിക്കാം. പിന്നെ കണ്ടു മുജാഹിദ് ബാലുശ്ശേരി സാജിദ് ജയങ്ങാടി. പിന്നെ കണ്ടു 20 ആളെ ഒന്നാകെ വിലക്കി. പിന്നെ ഇപ്പതാ കഴിഞ്ഞ മീറ്റിംഗില് 75 ആക്കി വിലക്കി. സാക്ഷാൽ അബ്ദുറഹ്മാൻ സലഫിന്റെ ജ്യേഷ്ഠനടക്കം സലഫിന്റെ കത്ത് എന്നെ പുറത്താക്കി ഇരട്ടി. ജ്യേഷ്ഠൻ അബ്ദുൽ സലമി ഉംറ കഴിഞ്ഞ് വന്ന് വീട്ടിലെത്തിയപ്പോ കത്ത് മൂപ്പരെ പുറത്താക്കിയിട്ടുണ്ട്. ആരയക്കണത്? അനിയനയക്ക, കാക്കാനെ പുറത്താക്കിയിട്ട്. ആ കോലത്തിൽ കത്ത് വരാൻ തുടങ്ങി. അബ്ദുൽ സലമി എവിടെ ജിന്ന് പറഞ്ഞത്? ഹുസൈൻ സലഫി എവിടെ ജിന്ന് പറഞ്ഞത്? സുഹൈൽ സുങ്കത്തിൽ എവിടെ ജിന്ന് പറഞ്ഞത്? പരപ്പനങ്ങാടി കുഞ്ഞാലി മദനി എവിടെ ജിന്ന് പറഞ്ഞത്? MSMകാരും ISMകാരും ഒന്നാകെ പിന്നെ മരവിപ്പിക്കപ്പെട്ടു. പോലെ ഇവിടെ ജിന്ന് പറഞ്ഞത്? ഞങ്ങളൊക്കെ ജിന്ന് പറഞ്ഞു ഇപ്പോഴാണ്. പക്ഷെ എനിക്കിപ്പോഴും കത്തൊന്നിട്ടില്ല. തിരക്കെ പ്രസംഗിച്ചിട്ടും എനിക്ക് കത്തൊന്നും വന്നിട്ടില്ല. എന്നെ പുറത്താക്കിയെന്നോ ഇനി പ്രസംഗിക്കാൻ പാടില്ലാന്നോ ഒരു കത്തും ഇന്നലെ വന്നിട്ടില്ല. പേപ്പറിൽ ഇവിടെ വായിച്ചതല്ലാതെ ഒരു വിവരവും എനിക്ക് ഈ കാലം വരെ കിട്ടിയിട്ടില്ല നിങ്ങൾ പ്രസംഗിക്കാൻ പാടില്ല എന്നിട്ട്. അപ്പൊ ഇത് പ്രശ്നം മറ്റൊന്നാണ്. ഇവിടെ ജിന്നൊന്നും പ്രശ്നമില്ല, ആ വകൊന്നുമില്ല. ഈ ജിന്നും ചെയ്താലൊക്കെ ഈ ബുക്കിൽ എന്ത് പറഞ്ഞോ അത് തന്നെയാണ് 99% നമ്മൾ പറഞ്ഞത്. ഇതിന് ചില അബദ്ധമുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. ഈ ബുക്ക് തയ്യാറാക്കി ഏകദേശം ഇറങ്ങാൻ പോകുന്നു എന്ന് കേട്ടപ്പോൾ KJUവിന്റെ മീറ്റിംഗിൽ ഞങ്ങളൊക്കെ പറഞ്ഞു ഒരു ബുക്ക് ഇറങ്ങുന്നു എന്ന് കേട്ടു. ആ ബുക്ക് KJUവിന്റെ പേരിലാണല്ലോ ഇറക്കുന്നത്, അതുകൊണ്ട് ഇതിന് ഔദ്യോഗികതയുണ്ട്. ആ പുസ്തകം ഇറക്കും മുമ്പ് ഉത്തരവാദപ്പെട്ട ആളുകൾക്കൊന്ന് വായിക്കാൻ കൊടുക്കണം. ഓല് വായിച്ചിട്ട് ഓൽക്ക് വല്ല അഭിപ്രായമുണ്ടെങ്കിൽ അതും കൂടി സ്വീകരിച്ചിട്ട് പുസ്തകം എഴുതണം. അന്ന് MM മദനി പറഞ്ഞു പുസ്തകം പ്രസ്സിൽ കൊടുത്തു കഴിഞ്ഞു. അപ്പൊ എഴുത്തും കഴിഞ്ഞു, പ്രസ് കൊടുക്കുകയും കഴിഞ്ഞു. അപ്പൊ അന്വേഷിച്ചപ്പോ അബ്ദുറഹ്മാൻ സലഫിയും അനസ് മുസ്ലിയാരും ഹനീഫ് കായ്ക്കുടയും കൂടെ കോഴിക്കോട് ടൗണിൽ ലോഡ്ജിൽ റൂമെടുത്ത് ഏതാനും ദിവസം കൊണ്ട് ധൃതിപ്പെട്ട് എഴുതുണ്ടാക്കിയ ബുക്കായത്. ഇറക്കിയത് KJUവിന്റെ പേരിൽ. ഇറങ്ങിയപ്പോ ഇതിൽ ഒരുപാട് അബദ്ധങ്ങളുണ്ട്. അപ്പൊ നമ്മള് ഇദ്ദേഹത്തെ പോലെ നമുക്ക് പറ്റുമല്ലോ, തെറ്റുണ്ട് പറയണം. അപ്പൊ എന്ത് ചെയ്തു? KJUവിന്റെ മെമ്പർമാര് 38 ആള് കൂടി ഓരിതിന് തെറ്റക്കപ്പാടെ ക്രോഡീകരിച്ച് അതൊരു കത്താക്കി അവരൊക്കെ പേരെഴുതി ഒപ്പിട്ട് APക്കും TPക്കും MM മദനിക്കും ഉമരിക്കും കൊണ്ടുപോയി കൊടുത്തു. ഇതിൽ അബദ്ധങ്ങളുണ്ട്, ഇതൊന്ന് ശ്രദ്ധിക്കണം. ആ കത്തോടെ വാങ്ങിച്ചു. ആ കത്തുമായി പോകുമ്പോ ബഹുമാനെ ഹുസൈൻ സലഫി പറഞ്ഞു നിങ്ങൾ കത്ത് കൊടുത്തിട്ട് ഒരു കാര്യമില്ല, കത്തുകൾ 38 അല്ല 400 ആൾ ഒപ്പിട്ട് കൊണ്ടുപോയി കൊടുത്താലും ആ കത്തങ്ങ് വലിച്ചെറിയും. നിങ്ങൾ ആരൊക്കെ ഒപ്പിട്ട് നോക്കും, ഇങ്ങനെ ഓര് മനസ്സിലാക്കും ഈ ഒപ്പിട്ടോലാണ് കുഴപ്പക്കാർ. അപ്പൊ ഓരെ ശ്രദ്ധിച്ചാൽ മതി. അതുകൊണ്ട് എല്ലാരും ലിസ്റ്റും ഒപ്പാണ് കൊടുക്കലായി മാറും. അവിടെ ആ പണി ചെയ്യണ്ടാന്ന് പറഞ്ഞ മാതിരി തന്നെ കത്താണ് കൊടുത്തു. പിന്നെ കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ കൊണ്ട് എറണാകുളത്ത് ആദർശ വിഷയത്തില് ഹംസ വാക്കവി പറഞ്ഞു 38 വിഡ്ഢികൾ ഒരു കത്തുമായി വന്നിട്ടുണ്ട്. ആരാ വിഡ്ഢികൾ? അബ്ദുൽ സുലൈമി ആമയൂരിനെ പോലെയുള്ള, സുഹൈൽ ചുങ്കത്തറയെ പോലെയുള്ള നമ്മുടെ പ്രഗത്ഭരായ ദാഴിമാർ. തൃശ്ശൂരിലെ ആദർശ വിഷയത്തില് ഈ ഹംസ വാക്കവി തന്നെ പറഞ്ഞു 38 പോത്തുകൾ ഒരു കത്തുമായി വന്നിട്ടുണ്ട്. അതിൽ ഒന്ന് എന്റെ പോത്താണ്. ഇത് മൂപ്പരെ മോനെ പറ്റി. അത് കഴിഞ്ഞ് കഴിഞ്ഞ നവംബറിൽ ഞങ്ങൾ 65 ആള് എഴുതി ഒപ്പിട്ടിട്ട് ഒരു കത്തും കൂടി കൊടുത്തു. KJUവിൽ മെമ്പർഷിപ്പുള്ള 65 ആള് കൂടി ഒരു രണ്ടാമത് കത്തെഴുതി. ഈ വിഷയം ഇനിയും ചർച്ച ചെയ്യണം, ആ ചർച്ചയ്ക്ക് ഞങ്ങളെ വിളിക്കണം എന്ന് പറഞ്ഞ് നവംബറിൽ കത്തുണ്ടാക്കി MM മദനി കൊണ്ടുപോയി കൊടുത്തു. MM മദനി പറഞ്ഞു ഇൻഷാ അല്ലാഹ് ഞങ്ങളെ വിളിക്കാം, കത്തയക്കാൻ സമയം ഉണ്ടാവില്ല, സമ്മേളനത്തിൽ തിരക്കാണ്, അതുകൊണ്ട് ഫോൺ ചെയ്ത് ഞങ്ങൾ വരൂലേന്ന് വെച്ചു. ആ വരാലോ, ഫോണും ഇല്ല കത്തുമില്ല. കഴിഞ്ഞ നവംബറിലാണ്. ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച് കത്തുമില്ല, ഫോണുമില്ല, വിളിയില്ല. അത് കഴിഞ്ഞ് മൂന്നാമത്തെ കത്ത് ഇപ്പൊ 2 ആഴ്ച മുമ്പ് വീണ്ടും കൊടുത്തു, ചർച്ചയ്ക്ക് വിളിക്കണം എന്നിട്ട്. എന്നിട്ടും വിളിച്ചില്ല.
സാധാരണ എല്ലാ മാസവും ജമിഅത്തുൽ വൈജ്ഞാനികമായ ഒരു ചർച്ചാ വേദി ഉണ്ടാവാറുണ്ട് പുളിക്കൽ ജാമിഅ സലഫിയയിൽ. 2012 ഫെബ്രുവരിയോടുകൂടി അതും നിർത്തി. 13 മാസമായി ഇപ്പൊ അങ്ങനത്തെ ചർച്ചയേ ഇല്ല, ആ മീറ്റിംഗേ ഇല്ല. കാരണം മീറ്റിംഗിൽ വന്നാൽ സ്വാഭാവികം ഒരാൾ ഞങ്ങളൊക്കെയാണ്. അപ്പൊ അത് പ്രശ്നമാണ്. അവിടെ കഴിഞ്ഞ ഫെബ്രുവരി, ഈ ഫെബ്രുവരി ഇല്ല, കഴിഞ്ഞ വർഷത്തെ ഫെബ്രുവരി മുതൽ 13 മാസമായി അങ്ങനത്തെ ഒരു മീറ്റിംഗേ കൂടാറില്ല. അപ്പൊ അത് ഇതൊന്നുമല്ല പ്രശ്നം. അങ്ങനെ ഉണ്ടെങ്കിൽ ആ ദിവസം ചർച്ച ചെയ്ത് തീരുമാനിച്ച പോലെ അന്ന് പ്രബന്ധം തയ്യാറാക്കാൻ കായക്കുടയും എന്നെയും ഏൽപ്പിച്ചു, ആ പ്രബന്ധം കൊടുത്തു, അതേ കുറിച്ച് ചർച്ച ഉണ്ടായോ? അതുമില്ല. അപ്പൊ അത് ഞാൻ പറഞ്ഞല്ലോ, പ്രശ്നം മറ്റു പലതുമാണ്.